വലൈക്കും വറഹ്മത്തുള്ളാ. ആ ആരായിരുന്നു നിങ്ങളെ പേര്? ഇതാരാണ് വിളിക്കണേ? ഞാൻ സലാമാണ്. സലാമ്. മാഷാ അല്ലാ. എന്തൊക്കെയുണ്ട് വിവരങ്ങള്? സുഖല്ലേ? ആ സുഖാണ്. ഞാൻ കടുങ്ങാത്തുണ്ടെന്നാണ്. ആ മൗലവിയാണോ നിങ്ങള്? പള്ളിക്കലെ ഖത്തീബാണോ? അല്ല 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 ഞാൻ ഖത്തീബ് ഒന്നല്ല, പ്രവർത്തകരാണ്. ഞാൻ ചെറിയ ഇഷ്കാല് തീർക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ആ ഈ പിന്നെ ഖുതുബിന്റെ വിഷയത്തിൽ ഒരു ചർച്ച അപ്പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടേ ഈ റസൂലും എന്താണ്? സഹാബത്തും താബികളൊക്കെ ഒന്നും ചെയ്തിട്ടില്ല, അറബി ഭാഷയിൽ ചെയ്തിട്ടില്ല എന്ന് പറയണു. അതിനെ കുറിച്ച് എന്താ പറയാ? ഖുതുബിന്റെ വിഷയത്തിലേ ആ സഹാബത്തും താബികളും താബുത്താബികളും അവരാരും അറബി ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല എന്ന് നമ്മളെ പ്രസിദ്ധീകരണങ്ങൾ വെച്ചിട്ട് പറയണേ. അറബി ഭാഷകളിൽ അനറബി ഭാഷയിൽ ചെയ്തിട്ടില്ല എന്ന്. ഇല്ലല്ലോ. ഇല്ല. അറബി അല്ലാത്ത ഭാഷയിൽ ഒരാരും നിർവഹിച്ചിട്ടില്ല. അതാ ചോദിക്കണത്. അപ്പൊ ഖുത്ബ പരിഭാഷയ്ക്ക് ഇങ്ങനെ റസൂലും സഹാബത്തും താബികൾ ആരും ചെയ്തിട്ടില്ല. ഖുത്ബ വലിയ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല. ആ അപ്പൊ അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല. പിന്നെ വേറൊന്നുണ്ട്, റസൂലുള്ള അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കും ഇവിടെ അനറബി ഭാഷയിൽ നിർവഹിക്കാമായിരുന്നു. റസൂലുള്ളാഹിന്റെ മാതൃഭാഷയിലാണ് റസൂലുള്ള ഖുതുബ നിർവഹിച്ചത്. റസൂലുള്ളാഹിന്റെ ഓരോ ഖുതുബയും സഹാബാക്കൾക്ക് മനസ്സിലായിരുന്നു, അല്ലേ? അത് അപ്പൊ റസൂലുള്ളാഹിന്റെ ഖുതുബ സഹാബാക്കൾക്ക് മനസ്സിലായിരുന്നില്ല? ഇല്ല, അത് തർക്കമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്കും ഇപ്പൊ പറയാനുള്ളത് അത് തന്നെയാണ്. ഏത്? റസൂലുള്ള അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഖുതുബ സഹാബാക്കൾക്ക് മനസ്സിലായിരുന്നു. സഹാബത്തുകൾക്ക് മനസ്സിലായിരുന്നു, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം എന്നാണോ? അതെ. അല്ല, റസൂലും സഹാബത്തും താബികളും താബുത്താബികളും അവരാരും ചെയ്തിട്ടില്ല അല്ലേ? അറബി ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല, മാതൃഭാഷയിലാണ് നിർവഹിച്ചത്. അതെ. അപ്പൊ ഞാൻ ചോദിക്കണത് എന്താ വെച്ചാൽ, എനിക്ക് വേറെ ഇഷ്കാരം എന്താന്ന് വെച്ചാല്, പിന്നെ ഈ കേരളത്തിലേക്ക് സഹാബത്ത് വന്നല്ലോ, താബികൾ വന്നല്ലോ. അപ്പൊ അവര് പിന്നെ അന്ന് കേരളത്തിലൊക്കെ മലയാളികളായിരുന്നു. മലയാളം പഠിച്ചിട്ടാണ് അവരെന്താക്കിയത്? അവരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നതും അവർക്ക് ഖുതുബ നിർവഹിച്ചു കൊടുത്തതൊക്കെ അവർക്ക് അറബി ഭാഷയിലല്ലേ ഖുതുബ നിർവഹിച്ചത്? മലയാളം പഠിച്ചിട്ട് മലയാളത്തിൽ പോലും നിർവഹിച്ചിട്ടില്ലല്ലോ. ജനങ്ങൾക്ക് തിരിയേണ്ട ഭാഷയിൽ നിർവഹിച്ചിട്ടില്ലല്ലോ. സഹാബാക്കൾ കേരളത്തിലേക്ക് വരുമ്പോഴൊക്കെ ഇവിടെ മലയാള ഭാഷ കണ്ടില്ല. മലയാള ഭാഷ അല്ലേ കേരളത്തിൽ? മലയാളം തന്നെ അല്ലേ? അല്ല, അന്ന് മലയാളം ഉണ്ടായിരുന്നോ? ഇല്ലേ. അന്ന് കേരളം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ല, പിന്നെ എന്താണ് അന്ന് ഇവിടെ ഉള്ള ഭാഷ എന്താണ് അത് പറയുന്നത്? എനിക്കറിയില്ല. അല്ല, പരിഹസിക്കണ്ട. സഹാബാക്കൾ കേരളത്തിലേക്ക് വരുമ്പോ കേരളം ഉണ്ടോ? ഇല്ലേ. പിന്നെന്താ ഉള്ളത്? കേരളം രൂപീകരിക്കപ്പെട്ടിട്ട് എത്ര വർഷമായിട്ടുള്ളൂ? അല്ല, പിന്നെ എന്താ ഉള്ളത്? അന്ന് എന്തായിരുന്നു? ഇവിടെ ഒരു ഇന്ത്യ രാജ്യമായിരുന്നു. ഇന്ത്യ രാജ്യമായിരുന്നു. അതെ, ആ ഇന്ത്യ രാജ്യത്ത് അവർ വന്ന സ്ഥലത്ത്, അതായത് കോഴിക്കോട് വന്നിട്ടുണ്ടല്ലോ, ധർമ്മടത്ത് വന്നിട്ടുണ്ടല്ലോ, അവിടുത്തെ ഭാഷ എന്തായിരുന്നു? അവിടുത്തെ ഭാഷ എന്തായിരുന്നു? അവിടുത്തെ ചോദിച്ചു നോക്കണോ? മലയാളം അല്ലേ? എനിക്കറിയില്ല, ഞാനൊന്നും ചോദിച്ചില്ല. അറബി അല്ലല്ലോ എന്തായാലും. അറബി അല്ലല്ലോ എന്തായാലും. അത് എന്താ ഇപ്പൊ ബംഗാളികൾ വരുന്നുണ്ട്. അല്ല, അറബി, അതായത് ഹൈന്ദവ സഹോദരന്മാരായിട്ടുള്ള ആളുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരാരും അറബികളാന്ന് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, വന്ന സഹാബാക്കള് മലയാളം പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിക്കണോ? മലയാളം പഠിക്കാതെ എങ്ങനെ പിന്നെ അവരുടെ ആദർശം പ്രബോധനം നടത്തുക? ഏത്? അതായത് അവരിവിടെ വന്ന സമയത്ത് അവർക്ക് അറബി ഭാഷ അറിയാത്തവർക്ക് അറബി പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ ഭാഷ പഠിക്കണ്ടേ? നിങ്ങളിപ്പോ ഈ ഖുതുബന്റെ ഭാഷ അറബി ആവണം എന്നുള്ളത് സമർത്ഥിക്കാൻ വേണ്ടിട്ട് അതൊക്കെ പറയണേ? അല്ല, പിന്നെ ഞാൻ നിങ്ങളെ കൊണ്ടത് സ്ഥാപിപ്പിക്കാണ്. എന്നെ കൊണ്ട് സ്ഥാപിപ്പിക്കാൻ ഞാൻ സ്ഥാപിച്ചു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് ആണോ നോക്കി നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. മാഷാ അല്ലാഹ്. ഞാൻ മുഴുവൻ കേൾക്കി എടുത്തു ചാടില്ലേ. റസൂലുള്ള അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. റസൂലുള്ള ഖുതുബ സഹാബാക്കൾക്ക് മനസ്സിലാകാതിരുന്നിട്ടില്ല. റസൂലുള്ള ഭാര്യമാരോട് സംസാരിച്ച
സ്വഹാബാക്കളോട് സംസാരിച്ചിരുന്ന റസൂലുള്ള പ്രഭാഷണം നടത്തിയിരുന്ന ഭാഷയിൽ തന്നെയാണ് ഖുത്ബ നിർവഹിച്ചിരുന്നത്. ഇന്ത്യയിൽ വന്നിട്ട് സഹാബത്ത് ഇന്ത്യക്കാർക്ക് നിർവഹിച്ചോട്ടെ എങ്ങനെ? ഞാനീ പറഞ്ഞ കറക്റ്റാണ്. അല്ലല്ല, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആവണമെങ്കിൽ സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണ്ടേ? ഞാൻ റസൂലുള്ളാഹിനെ കുറിച്ചിട്ട് ഞാനീ പറഞ്ഞ കറക്റ്റാണോ? അല്ല, കറക്റ്റ് അല്ല. എന്താ തെറ്റ് പറഞ്ഞു? കാരണം റസൂലുള്ളാഹിൽ നിന്ന് സഹാബത്ത് കേട്ടിട്ട് സഹാബത്ത് എങ്ങനെയാണ് ആ റസൂലുള്ളാഹിയുടെ ഖുത്ബ മനസ്സിലാക്കിയത്? ഞാൻ അതല്ലേ ചോദിച്ചത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ ഖുത്ബന്റെ വിഷയത്തിൽ പറഞ്ഞത് കറക്റ്റ് ആണോ? കളവാണ്. കുറച്ച് സത്യമാണ്. അതായത് കുറച്ച് സത്യമാണ്. അഥവാ റസൂലുള്ള നിർവഹിച്ചത്, സഹാബത്ത് നിർവഹിച്ചത്, താബികൾ നിർവഹിച്ചത്, തബോ താബികൾ നിർവഹിച്ചത്, അവരൊക്കെ അറബിയിലാണ് നിർവഹിച്ചത്. ഞാൻ നിങ്ങളോട് ചോദിച്ചത് അതല്ല. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ഇപ്പൊ പറഞ്ഞു. അതായത് അവിടെ എവിടെയാണ് കളവ്? അവിടെ അതിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് എവിടെയാണ് കളവ്? റസൂലുള്ള അറബിയിലാണല്ലോ നിർവഹിച്ചത്. സഹാബത്തും അറബിയിലാണല്ലോ നിർവഹിച്ചത്. ഞാൻ പറഞ്ഞു. നമ്മൾ തർക്കിക്കണ്ടല്ലോ, കൃത്യമായിട്ടാണ് പോയാൽ മതിയല്ലോ. അപ്പൊ ഒരു കാര്യം, ഞാൻ പറഞ്ഞ ഒരു വട്ടം കൂടെ ആവർത്തിക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ അറബിയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ സഹാബാക്കൾക്ക് മനസ്സിലായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ മാതൃഭാഷയിലായിരുന്നു. സഹാബാക്കളോട് സംസാരിച്ചിരുന്ന മറ്റേ ഭാര്യമാരോട് സംസാരിച്ചിരുന്ന ഭാഷയിലായിരുന്നു റസൂലുള്ള ഖുത്ബ നിർവഹിച്ചിരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണങ്ങളിലെ ഭാഷയായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബയിലും ഉപയോഗിച്ചിരുന്നത്. അത് കറക്റ്റാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ മാതൃഭാഷ ചെയ്യണമെന്നാണോ? പിന്നെ ഞാൻ എവിടെ കളവ് പറഞ്ഞിരുന്നു? അത് മാതൃഭാഷയിൽ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞതാണ് കളവ്. ഞാൻ അതാണ് കളവ്. അതായത് അത് മാതൃഭാഷയിലാക്കണം എന്ന് നിങ്ങൾ പറഞ്ഞ കളവാണ്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃഭാഷയിൽ നിർവഹിച്ചു എന്നല്ലേ പറഞ്ഞത്? നമ്മൾ മാതൃഭാഷ ചെയ്യണം നിങ്ങൾ പറഞ്ഞല്ലോ മുകളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃഭാഷയിൽ നിർവഹിച്ചു എന്ന് പറഞ്ഞത് കളവാണോ? അതുകൊണ്ട് നമ്മൾ മാതൃഭാഷയിൽ ചെയ്യണമെന്ന് പറഞ്ഞ കളവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ? അത് സത്യമാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ കളവാണ്. അൽഹംദുലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അറബിയിലാണ് ഖുത്ബ നിർവഹിച്ചത്. സഹാബത്ത് ഖുത്ബ നിർവഹിച്ചത് അറബിയിലാണ്. താബികളും സലഫുസ് സാലിഹീങ്ങളും ഒക്കെ ഖുത്ബ നിർവഹിച്ചത് അറബിയിലാണ്. സത്യമാണ്. ആയിക്കോട്ടെ, നമ്മൾ നബിന്റെ ഇങ്ങോട്ട് പിടിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബിയിലാണ് പറഞ്ഞു കൊടുക്കണ്ട. അപ്പോ ഇത് ജനങ്ങൾക്ക് തിരിയണമെന്നാണ് നിങ്ങൾ സ്ഥാപിക്കുന്നത്. ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുത്ബ സ്വഹാബാക്കൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഇവിടെ പള്ളിക്കൽ നടക്കുന്ന ഖുത്ബ ജനങ്ങൾക്ക് തിരിയണമെന്നാണോ? ഉസ്താദ് നാടനാണ്, നിങ്ങൾ പേടിക്കില്ലേ? ഉസ്താദല്ല. അത് ഇത് ഞാൻ പറയട്ടെ, റസൂലുള്ളാഹിന്റെ ഖുത്ബ സ്വഹാബാക്കൾക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ നിങ്ങൾ ആവർത്തിക്കുമ്പോൾ വെറുതെ കണ്ടമാനം വോയിസ് നീളല്ലേ? വോയിസ് നിങ്ങളിപ്പോ പറയാത്ത എനിക്ക് മനസ്സിലായി. അതായത് റസൂലുള്ള നിർവഹിച്ചത് അറബിയിലാണ്. അതുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ടത് മലയാളത്തിലാണ് എന്നാണോ? ഞാൻ പറയട്ടെ ഞാൻ എന്താ പറയണ്ടത് നിങ്ങൾ പറയല്ലേ? ഞാൻ പറയട്ടെ, ആയിക്കോ? പറയ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃഭാഷയിലാണ് ഖുത്ബ നിർവഹിച്ചത്. റസൂലുള്ളാഹിന്റെ ഖുത്ബ സ്വഹാബാക്കൾക്ക് മനസ്സിലായി. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അതിൽ നിന്നുള്ള ചെറിയൊരു ചോദ്യം. സഹാബത്തിന് മനസ്സിലായില്ല, ജനങ്ങൾക്ക് തിരിയണം എന്നുള്ള ഭാഷ സഹാബത്തിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സഹാബത്ത് ഇവിടെ വന്നിട്ട് അറബിയിലല്ല അനറബി ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചു കൊടുക്കൂലേ? ഒറ്റ ചോദ്യമുള്ളൂ. ഞാൻ ചോദിക്കാം, മറുപടി പറയട്ടെ. മിണ്ടാതിരിക്കണം അവിടെ കേട്ടോ. ഹലോ പറയും. മിണ്ടാതിരിക്കണം പറഞ്ഞിട്ട് പിന്നെ ഹലോ ഹലോ ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിട്ടില്ല. മാഷാ അല്ലാഹ്, തബാറകല്ലാഹ്. റസൂലുള്ളാഹി അറബി അല്ലാത്ത ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിരുന്നു എങ്കിൽ കേരളത്തിൽ മാതൃഭാഷയല്ലാത്ത ഒരു ഭാഷയിൽ ഖുത്ബ നിർവഹിക്കാൻ അത് തെളിവാകുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഖുത്ബ മുന്നിലിരിക്കുന്ന ഒരു സ്വഹാബിക്കും മനസ്സിലാകാതിരുന്നിട്ടില്ല. മനസ്സിലായിരുന്നു. ഈ മനസ്സിലാകണം എന്നുള്ള ഉസൂല് എവിടുന്ന് കിട്ടി? ഖുത്ബ ജനങ്ങൾക്ക് തിരിയണം സഹാബത്ത് പഠിപ്പിച്ചെന്ന് നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് കേരളം വിടുക. ഇന്ത്യയിൽ വന്നിട്ട് ഖുത്ബ നിർവഹിച്ചു കൊടുക്കുമ്പോ ജനങ്ങൾക്ക് തിരിയണം എന്നുള്ള ഉസൂല് സഹാബത്തിന് തിരിഞ്ഞില്ലല്ലോ, വഹാബിക്ക് മാത്രമല്ലേ തിരിഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഉസൂല് ഒന്ന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞതാ. അതിന്റെ ഉസൂല് കിട്ടിയത് റസൂലുള്ളാഹിന്റെ ഖുത്ബ സഹാബാക്കൾക്ക് മനസ്സിലായിരുന്നു. അതാണ് അതിന്റെ ഉസൂല്. അല്ലേ? അപ്പൊ സഹാബത്തുകൾക്ക് ഇത് മനസ്സിലായില്ലല്ലോ.
ആ ഉസൂൽ സഹാബത്തിന് മനസ്സിലായില്ലല്ലോ. കാരണം ആ ഉസൂൽ സഹാബത്തിന് മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് 10-12 പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ എവിടെ? ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, നിങ്ങൾ പറയണത് ഞാൻ കേൾക്കണില്ലേ? ഞാൻ പറയണത് നിങ്ങൾ കേട്ടൂടെ? അതായത് സഹാബത്ത് കേരളത്തിൽ വന്നിട്ട്, സഹാബത്ത് കേരളത്തിൽ വരുന്ന സമയത്ത് ഇവിടെ അനറബികളായിട്ടുള്ള അറബി അല്ലാത്തവരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് ഖുതുബ നിർവഹിച്ചു കൊടുത്തത് ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലാണോ അറബിയിലാണോ? കാരണം വഹാബികൾ തന്നെ പഠിപ്പിക്കുന്നു. ഒരു ഒറ്റ വിഷയം കൂടെ പറയട്ടെ. അതായത് സലഫു സാലിഹീങ്ങളോ താബികളോ തബു താബികളോ അർക്കാനുകളും തവാബികളും ഒന്നും അനറബി ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല എന്ന് കെ മൗലവി എഴുതി വെക്കുന്നു. അതുപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഒരു ആമുഖം എന്ന് പറയുന്ന പുസ്തകത്തിൽ കേരളത്തിൽ ആദ്യമായിട്ട് അനറബി ഭാഷയിൽ ഖുതുബ നിർവഹിച്ച പള്ളി കൊച്ചി മട്ടാഞ്ചേരി പള്ളിയാന്ന് എഴുതി വെക്കുന്നു. അപ്പൊ അതിന് മുമ്പ് ആ പണി ഇല്ലല്ലോ. പറ. സഹാബാക്കൾ കേരളത്തിൽ വന്നിട്ട് 1-ാം തീയതി വെള്ളിയാഴ്ച കയറിയിട്ട് ഖുതുബ നിർവഹിക്കല്ല ചെയ്തത്. അവര് ജനങ്ങളെ പ്രബോധനം ചെയ്ത് ഇസ്ലാമിലേക്ക് ആകർഷിച്ച് ആദ്യം പള്ളിയിലേക്ക് വരുത്തി. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മരണപ്പെട്ടവരോട് സഹായം തേടുന്നത് ശിർക്കാണ്. ഒരു സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. അതിലേക്ക് പോകണ്ട, നമുക്ക് ഇത് ചർച്ച ചെയ്യാലോ. ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് വേറെ വിളിക്കാം. ഇൻഷാല്ലാ നമുക്ക് വിളിക്കാലോ. ഇൻഷാല്ലാ പഠിക്കാം, പറയാം. ഇവിടെയുള്ള ആളുകളെ ആദ്യം ഇസ്ലാം ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഇസ്ലാമിലെ. അത് അറബിയിലാണോ മലയാളത്തിലാണോ? അറബിയില്. അറബിയിൽ എങ്ങനെ മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് അറബിയിൽ ഇവിടെ അന്യമതസ്ഥരായിട്ടുള്ള ഇന്ത്യക്കാർക്ക് എങ്ങനെ അറബിയിൽ മനസ്സിലാക്കി കൊടുക്കുക? മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിട്ടുണ്ടാവും. എങ്ങനെ? അതായത് ഇന്ത്യക്കാർക്ക് ഇന്ത്യയിൽ വന്നിട്ടുള്ള അനറബികളായിട്ട് അല്ല, അതായത് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക്, കേരളത്തിൽ തന്നെയാണ് 10-12 പള്ളി ഉണ്ടാക്കിയത്, അവിടെയുള്ള ആളുകൾക്ക് അന്ന് അറബി അറിയായിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബാക്കൾ അബീസീനിയയിലേക്ക് ദഅവത്തിന് പോയിട്ടുണ്ട്. എത്യോപ്യൻ ഭാഷ അവർ സംസാരിച്ചിട്ടുണ്ട്. അറബിയായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. അന്ന് അബിസീനിയ എന്ന് പറഞ്ഞാൽ എത്യോപ്യയാണ്. എത്യോപ്യയിലേക്ക് പ്രബോധനത്തിന് പോയിട്ട് എത്യോപ്യയിലുണ്ടായിരുന്നവർ എത്യോപ്യൻ ഭാഷയായിരുന്നു സംസാരിച്ചിരുന്നത്. അവിടുത്തെ പോയ സഹാബാക്കൾ അറബികളായിരുന്നു. സഹാബികൾ അറബികളായിരുന്നു, അവർ എത്യോപ്യങ്ങളായിരുന്നു. ഇവിടെ ഇന്ത്യക്കാര് സഹാബത്ത് അറബിയായിരുന്നു, ഇവിടെ ആൾക്കാർ മലയാളികളായിരുന്നു. പക്ഷെ എത്യോപ്യയിൽ പോയിട്ട് അവരെ ഇസ്ലാമിലേക്ക് ആകർഷകരാക്കി. അതെ, അതുകൊണ്ട് അതന്നെ ചോദിക്കണത്. കേരളത്തിൽ വന്ന സമയത്ത് ഇവിടെ മലയാളികളല്ലേ ഉള്ളൂ. മലയാളികൾക്ക് മലയാളം പഠിച്ചിട്ടല്ല അവരെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത്. മലയാളം പഠിച്ച് വന്നവരോ? വന്നവര് മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിൽ തെളിവെന്താണ് നിങ്ങൾക്ക്? അല്ലെ പിന്നെ എങ്ങനെ ജനങ്ങൾക്ക് തിരിയാ? നിങ്ങൾ പറയും വന്നവർ. അല്ല, ഇക്കല്ല, നിങ്ങളാ പറയേണ്ടത്. ജനങ്ങൾക്ക് ഇത് തിരിയണ്ടേ? അതായത് മലയാളികൾക്ക് അറബിയിൽ ക്ലാസ് എടുത്ത് കൊടുത്താൽ തിരിയോ? അത് അവരോട് ചോദിക്കണം. ആരോട്? നിങ്ങളോട് ചോദിക്കണ്ടേ? ഇത് വല്ല തെളിവ് നിങ്ങളെ കയ്യിലുണ്ടോ? നിങ്ങളോട് ചോദിക്കേണ്ടത്. അതായത് കേരളക്കാർക്ക് അറബിയിൽ ക്ലാസ് എടുത്ത് കൊടുത്താല് അവർക്ക് തിരിയോ? ഇന്ത്യക്ക് ഒരു തെളിവില്ല. സഹാബത്ത് അറബിയിലാണ് ഖുതുബ നിർവഹിച്ചത് എന്ന് കേരള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആമുഖം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു. സഹാബാക്കൾ അറബിയാണ്. മുന്നിലിരിക്കുന്ന ആളുകളോ, ഇന്ത്യയിൽ വന്നിട്ട് മുന്നിലിരിക്കുന്ന ആളുകളോ അറബികളല്ലല്ലോ. അറബി അറിയുന്നവരായിരിക്കും. എങ്ങനെ ഇന്ത്യയിലുള്ള ആൾക്കാർ അറബികളാ? അറബിയായിട്ട് റസൂലുള്ളാഹിയുടെ ഭാഷയായിട്ട് കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലുള്ള ആൾക്കാരൊക്കെ അറബികളായിരുന്നു എന്ന് നാടകത്തിൽ പറയാന്. ഇവിടെ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക്, ഇന്ത്യയിലുള്ള അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് സഹാബത്ത് വരുന്നതിന് മുമ്പ് അറബി അറിയാമായിരുന്നു. ആരെ പറഞ്ഞു? നിങ്ങള്. ആരെ പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല. പിന്നെ എന്താ നിങ്ങൾ ഉരുളുന്നത്? ഈ ഉരുളുന്നതിന്റെ താല്പര്യം അതല്ല കുഞ്ഞാപ്പോ, ഞാൻ നിസ്കരിച്ച കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നല്ലോ. ഇതെന്താ പിന്നെ ഈ വെറുതെ? ഞാൻ ചോദിച്ചതിന് മറുപടി എവിടെ? അതായത് സഹാബത്തിന് തിരിഞ്ഞില്ലേ, താബികൾക്ക് തിരിഞ്ഞില്ലേ? താബികളും സഹാബത്തൊക്കെ കേരളത്തിൽ വന്നിട്ട് ഖുതുബ നിർവഹിച്ചു കൊടുത്തത് അറബിയിലാണ്. അതും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എങ്ങനെ മലയാളത്തിൽ നിർവഹിക്കാം? ആ സഹാബാക്കളെ മാതൃഭാഷ എന്തായിരുന്നു? സഹാബത്തിന്റെ മാതൃഭാഷ അറബി ആയിരുന്നു. കേരളത്തിലെ മാതൃഭാഷ ഏതാ? മലയാളം. കേരളത്തിലെ മാതൃഭാഷ എന്തായിരുന്നു? മലയാളമാണ്. കേരളത്തിലെ മാതൃഭാഷ മലയാളമാണ്. അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്ക്, എല്ലാം തെളിയിക്ക്. അല്ലെങ്കിൽ തെളിയിക്ക്. കേരളത്തിലെ മാതൃഭാഷ മലയാളം അല്ല, നിങ്ങൾ തെളിയിക്ക്. മലയാളത്തിന്റെ രൂപീകൃത വർഷം എത്ര? നിങ്ങൾ പറഞ്ഞോ. അല്ല, നിങ്ങൾ തെളിയിക്ക്. കേരളത്തിന്റെ മാതൃഭാഷ മലയാളമല്ല എന്ന് നിങ്ങൾ തെളിയിക്കൂ. അല്ലാതെ വാദമുണ്ടെങ്കിൽ